എൻ്റെ പേര് സോണിയ ലിജേഷ്. കൊടകരയിൽ ക്രിയേറ്റീവ് ഇന്റീരിയർ എന്ന സ്ഥാപനം നടത്തുന്നു, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്. ഇന്നത്തെ പ്രൊജക്റ്റ് പരിചയപ്പെടുന്നത് ഞാൻ ഈ പ്രൊജക്റ്റിലോട്ട് വരാനുള്ള സാഹചര്യവും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് ഈ പ്രൊജക്റ്റ് ആദ്യം എൻ്റെ കൈകളിലോട്ട് വരുമ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റ് എൻ്റെ ജീവിതത്തിൽ. കാരണം ഒത്തിരിയേറെ ആഗ്രഹിച്ച ഒരു പ്രൊജക്റ്റാണ്, ചെയ്യണമെന്ന് ആഗ്രഹിച്ച. കാരണം എല്ലാവരും, ഏതൊരു ആർക്കിടെക്ട്സ് ആണെങ്കിലും ഇന്റീരിയർ ഡിസൈനേഴ്സ് ആണെങ്കിലും ഏതെങ്കിലും ഒരു മേഖലകളിൽ കൈവച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കാത്ത ആരുമില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പള്ളി ചെയ്യണമെന്നും അതിന്റെ ബിൽഡിംഗ് ഇന്റീരിയേഴ്സ് ആണെങ്കിലും സ്ട്രക്ചേഴ്സ് ആണെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. അതിനൊരു കാരണമുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ക്രൈസ്റ്റ് കോളേജിൽ വർക്ക് ചെയ്തിരുന്ന കാലഘട്ടം, ഒരു ഏകദേശം 2004-2005 കാലഘട്ടങ്ങളിൽ അവിടെ ഒരു പള്ളി ചെയ്യുമായിരുന്നു. ഇങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പള്ളി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്യിക്കണം, കറന്റ് പ്രോജക്ട്സുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പൊ യൂഷ്വലി വരുന്ന ടീച്ചേഴ്സ് അതുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി അതിനുള്ള ബെനിഫിറ്റ്സ് സ്റ്റുഡൻസിന് കിട്ടും. അപ്പൊ അവിടെ അടുത്ത് തന്നെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ചേർച്ച് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി അച്ഛനോടൊന്ന് ചോദിച്ചു, അച്ഛാ ഈ ഒരു വർക്ക് ഒന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ, അതിന്റെ വർക്കും ഡിസൈൻസും ഒക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു, ഞാൻ ഒരു സ്കോപ്പും ഇല്ല ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി പോകുമ്പോൾ തിരിച്ച് രണ്ടാമത് എന്നെ വിളിച്ചിട്ട് അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സോണിയ പേരെന്താന്ന് ആദ്യം ചോദിച്ചപ്പോ സോണിയ എന്നൊക്കെ പറഞ്ഞ ശേഷം പറഞ്ഞു, ഈ സാധാരണ പ്രൊജക്റ്റുകള്, പള്ളികൾ പോലത്തെയുള്ള പ്രൊജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നവർ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചൊരു വിഷമം തോന്നി. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് അല്ല ആ കാലഘട്ടങ്ങളിൽ. നമ്മൾ പഠിച്ചിറങ്ങി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, ഈ ഒരു സ്റ്റേജിലോട്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് വിഷമം തോന്നി. അപ്പോൾ അന്ന് തൊട്ടിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു പള്ളി ജീവിതത്തിൽ ചെയ്യണം എന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇറ്റ് ടുക്ക് നിയർലി 2 decades ഈ ഒരു പ്രൊജക്റ്റ് എൻ്റെ അടുത്തോട്ട്, എൻ്റെ മുന്നിലോട്ട് എത്താനായിട്ട്, എന്നെ അന്വേഷിച്ചെത്താനായിട്ട് അത്രയും കാലം എടുത്തു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലോട്ട് ഞാൻ ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ആക്ച്വലി എനിക്ക് അത്രയും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇതെന്റെ ഇടവ പള്ളിയാണ്. അപ്പോൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സാധാരണ ഒരു സൈറ്റ് വിസിറ്റും അങ്ങനത്തെ കാര്യങ്ങളും നിൽക്കില്ല. നമ്മൾ പറഞ്ഞ ആ ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ, കാരണം എല്ലാവരും നമ്മളൊരു സാധാരണ ഒരു കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് പോലെ ഇവിടെ സാധിക്കില്ല എന്ന് എനിക്കറിയാം. അപ്പൊ ആദ്യം അച്ഛൻ ഇത് കാര്യം എന്നെ വന്ന് പറഞ്ഞത് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അപ്പൊ ഒരു കറന്റ്ലി അത് ബിസി, വളരെയധികം തിരക്കുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഒരു 1.5 വർഷത്തോളം പല കാര്യങ്ങൾ പറഞ്ഞ് അച്ഛനോട് ഇങ്ങനെ പറഞ്ഞ് തള്ളി നീക്കി. അതിനൊരിക്കൽ ഒരു 1.5 വർഷമൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോൾ അച്ഛൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്തായാലും വരച്ചു തരാം അച്ഛാ എന്നൊക്കെ പറഞ്ഞാണ് ഈ 1.5 വർഷത്തോളം ഞാൻ തള്ളി നീക്കിയത്. അതിനുശേഷം ഒരു ദിവസം അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും ഉണ്ട്, കമ്മിറ്റിയിലുണ്ട്, നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ്, എന്തായാലും വന്നിരിക്കണം എന്ന് പറഞ്ഞ് സമയം തന്നു. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റിലോട്ട് ഞാൻ വരുന്നത്. അപ്പൊ ഈ വരുമ്പോൾ നമ്മൾ ഏത് പ്രൊജക്റ്റും നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിലനിൽക്കുന്ന ഒരു പള്ളി ചെയ്യുമ്പോൾ, നമ്മൾ അതിന്റെ എന്തൊക്കെയാണോ പോരായ്മകൾ, എന്തൊക്കെയാണോ അതിന്റെ കുറവുകൾ, അത് പഠിച്ചാലാണ് അവിടെ ഏറ്റവും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ സീലിംഗ് ആയിരുന്നു ഒരു മെയിൻ കൺസേൺ ആയിട്ടുള്ള ഒരു ഏരിയ. സീലിംഗ് ആയിരുന്നു. അപ്പൊ സീലിംഗിൽ നിന്ന് തുടങ്ങാം എന്ന് പറയുകയായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ ബാക്ക് സ്റ്റേജിൽ ഇതൊന്ന് നോക്കിയപ്പോൾ സീലിന് മുകളിൽ വന്നിരിക്കുന്ന വയറിംഗ് എല്ലാം വളരെ മോശമായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു നടന്നു പോകാനുള്ള ഒരു സാഹചര്യമോ അതിനുള്ള ഒരു പ്രൊവിഷൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോ അതായിരുന്നു ഞാൻ കണ്ടത്. അതാണ് കാരണം ആദ്യം അതിനകത്ത് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ സംഭവം ചെയ്തില്ല എങ്കിൽ അത് ഏറ്റവും ബുദ്ധിമുട്ടായി മാറും. ഇപ്പൊ ഇലക്ട്രിക്കൽ ആദ്യം ചെയ്യണം. ഇലക്ട്രിക്കൽ കോൺട്യൂട്ട്സ് ഒക്കെ ഭയങ്കര മോശകരമായ അവസ്ഥയിലായിരുന്നു ഇരുന്നിരുന്നത്. അപ്പൊ അതായിരുന്നു ആദ്യത്തെ കൺസേൺ. ഡിസൈനേക്കാളും കൂടുതൽ ഇലക്ട്രിക്കലിന്റെ ലേഔട്ട്സ് അത് നന്നാക്കി കൊണ്ടുവരിക, അത് കാര്യങ്ങൾ ഭംഗിയാക്കുക എന്നാണ് ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ അവിടെ നിൽക്കുമ്പോൾ വന്നത്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് എല്ലാം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റൂഫിംഗ് ഷീറ്റ് എനിക്ക് തോന്നിയ ഒരു 10 years above ആയി. അപ്പൊ ഇനി അത് പൊളിച്ച് ചെയ്യുക, ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് മോശമായി തുടങ്ങിയിരുന്നു. അപ്പൊ അതിനി പൊളിച്ച് ചെയ്യുക എന്നത് അതൊരു പിന്നീട് അത് ചെയ്ത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഇതിൻ്റെ അകത്ത് ഈ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് കൺസൾട്ടന്റ് ഉണ്ട്, സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ഉണ്ട്, ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒത്തിരിയധികം ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഒരു പാനലിൽ ഞങ്ങൾ തീരുമാനം എടുത്തു, ഇറ്റ് ഈസ് ബെറ്റർ ടു റിമൂവ് ദിസ് റൂഫ് അറ്റ് ദ ഏർലിയസ്റ്റ് എന്ന രീതിയിൽ ഒരു തീരുമാനത്തിലോട്ട് പിന്നെ ഞങ്ങൾ വരികയുണ്ടായി. അങ്ങനെയാണ് ആ റൂഫിംഗ് ഷീറ്റ് മാറ്റേണ്ടതായിട്ട് വന്നു. ഈ നാട്ടുകാരാണെങ്കിൽ ഒത്തിരി പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് എന്തിനാണിത് പൊളിച്ച് മാറ്റേണ്ട ആവശ്യമുണ്ടോ, ഗ്രൗണ്ട് ലെവലിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ. കാരണം എപ്പോഴും റിവേഴ്സ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് എപ്പോഴും ഇറ്റ് ഈസ് എ ഈസിയസ്റ്റ് മെത്തേഡ്. അപ്പൊ കുറച്ചുകൂടെ പെർഫെക്ഷൻ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ ആ റൂഫ് ഒന്ന് കറക്റ്റ് ചെയ്ത് പഴയ ആസ്ബസ്റ്റോസിന്റെ
ഷീറ്റിന്റെ ഒരു മോഡലിലായിരുന്നു അതിന്റെ ബേസിക് ഫ്രെയിംസ് കൊണ്ടുവന്നിരുന്നത്. അപ്പൊ അത് ഞങ്ങളൊന്ന് ചേഞ്ച് ചെയ്ത് താഴെ കൊണ്ടുവന്ന് നന്നായിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് പിന്നെ പഴയ പൊസിഷനിലോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പൊ അതാണ് ആ ഒരു കാര്യങ്ങളിലോട്ട് വരുമ്പോൾ. അപ്പൊ അത് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഇൻഹിബിഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നതായിരുന്നു പിന്നത്തെ ഒരു ചോദ്യം. അപ്പൊ അതിൻ്റെ അകത്ത് വേണ്ടിയിട്ട് നമ്മളൊരു ടിയർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽസും ഇൻസുലേഷൻ മെറ്റീരിയൽസും നമുക്ക് അതിനകത്ത് ആഡപ്പ് ചെയ്യാൻ സാധിച്ചു. പിന്നെ HVLS ഫാൻസ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ യൂഷ്വലി ഒരു മിഡിലായിരിക്കും ഫാൻസ് വന്നത്, പക്ഷെ ഇവിടെ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു ഡിസൈൻ ചെയ്തപ്പോൾ അങ്ങനെയല്ല കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു മിഡിലിൽ ഒരു ആഷ് ഷേപ്സ് ആണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് സൈഡിലും ആയിട്ടാണ് നമ്മൾ ഈ ഫാൻസ് എല്ലാ പ്രൊവിഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. 4 ഫാനാണ് HVLS ഫാൻസ് ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. നോർമൽ ഫാൻസ് അല്ല, HVLS ഫാൻസ് ആണ്. BLDC HVLS ഫാൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാക്കിലുള്ള ആണെങ്കിൽ ബാക്ക് സൈഡിലുള്ള പ്രൊവിഷൻസ് ഒന്നും നമ്മൾ അവിടെ കളഞ്ഞിട്ടില്ല. എല്ലാ ഫാനിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഇരിക്കുന്ന ഹുക്സും പഴയ ഫാൻസ് ആ സ്ലാബ്സിന്റെ അടിയിൽ ഇരിക്കുന്ന ഫാൻസിന്റെ എല്ലാ കണക്ഷൻസും മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങാനും കുറവ് വരികയാണെങ്കിൽ അത് നമുക്ക് അവിടെ നിന്ന് എടുക്കാം എന്നുള്ള രീതിയിലാണ് ആ ഒരു ഡിസൈൻ പാറ്റേൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതെല്ലാമാണ് പ്രയർ ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി എടുത്ത് പറയാനുള്ളത് ഓൾട്ടറിനെ കുറിച്ചാണ്. ഓൾട്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേർച്ചിലൊന്ന് അതിന്റെ ഓൾട്ടറാണ്. പഴയ ഓൾട്ടർ ഒരു മൾട്ടി കളേർഡ് ഓൾട്ടർ ആയിരുന്നു. അപ്പൊ ഞങ്ങളുടെ മീറ്റിങ്ങിൽ തന്നെ ഒരു പറഞ്ഞത് നമുക്ക് ഒത്തിരി മൾട്ടി കളേഴ്സ് വേണ്ട, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു തീമിലോട്ട് കൊണ്ടുവന്ന് സിമ്പിൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് പ്രാർത്ഥനയുടെ അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്ത രീതിയിലാണ് ഓൾട്ടർ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഒത്തിരി ഷുഡ് നോട്ട് ബി ടു കളർഫുൾ എന്നൊരു കൺസെപ്റ്റിലോട്ടാണ് ആ ഒരു ആലോചന വന്നത്. അങ്ങനെയാണ് ഓൾട്ടറിൽ വീണ്ടും കൈവയ്ക്കാനുണ്ടായ സാഹചര്യം. പല രീതിയിൽ വരച്ചു നോക്കി. ലാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും കമ്മിറ്റിയിലുള്ള അംഗങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വർക്ക് ഇതായിരുന്നു. ഇപ്പൊ വരുന്ന ഓൾട്ടറാണത്. അപ്പൊ ഇതിനകത്ത് ചെയ്യാൻ നേരത്തെ അച്ഛൻ 2 കാര്യങ്ങളാണ് വളരെ ശ്രദ്ധേയമായി പറഞ്ഞത്. ഒന്ന് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്ന കുരിശ്, അത് മരം കൊണ്ടാണ് ആ രൂപം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അന്നത്തെ കാലത്ത് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന 2 പ്രാവശ്യം റിനോവേറ്റ് ചെയ്ത പള്ളി. ആദ്യ കാലങ്ങളിൽ ഉണ്ടായത് 2 കാര്യങ്ങളാണത്. ആ കുരിശ മരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഈശോന്റെ രൂപം അത് അതേപോലെ തന്നെ അതിനൊരു കേടുപാടും കൂടാതെ എത്രയോ ശ്രദ്ധ ഓർക്കുന്ന രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സെന്റ് ആന്റണിയുടെ രൂപമാണ്. അതിലൊരു ചരിത്രമുണ്ട്. അന്നും പൂർവ്വകാലങ്ങളിൽ പൂർവികരായിട്ട് ആദ്യം ഈ ദേവാലയം സ്ഥാപിക്കുമ്പോൾ ആനകളുടെ ശല്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് അന്ന് സ്ഥാപിച്ചതാണ്. അപ്പൊ ഈ രൂപം സ്ഥാപിച്ചേ പിന്നെ ഇവിടെ ആനകളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പഴയ കാലഘട്ടം നോക്കുവാണെങ്കിൽ ചാലക്കുടി മാത്രമാണ് അന്ന് ചേർച്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ സാറ്റർഡേ നൈറ്റ് നമ്മളിവിടെ പോയി ചേർച്ചിന്റെ സർവീസിന് വേണ്ടി അന്ന് അവിടെ കിടന്ന് പിറ്റേ ദിവസം ആണ് ഈ കുർബാന കണ്ടതിന് ശേഷം തിരിച്ചു മടങ്ങി. അങ്ങനെയായിരുന്നു കാലഘട്ടമായിരുന്നു. പക്ഷെ അതിനൊരു മാറ്റം വരണം എന്ന് വിചാരിച്ചാണ് ഇവിടെ പനമ്പക്ക വെച്ച് നെയ്ത് ഒരു ചെറിയൊരു അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നത്. അന്നത്തെ കാലത്ത് പൂർവികർ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ എല്ലാ ആഴ്ച തോറും ഇത് മാറ്റി കാനകൾ വന്നും നശിപ്പിക്കും. ഇത് മാറ്റി പണിയുക അല്ലെങ്കിൽ ചെയ്യുക എന്നൊരു കാര്യമായി ഇതിങ്ങനെ തുടർക്കഥയായിക്കൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ അച്ഛൻ പ്രാർത്ഥിച്ച് സെന്റ് ആന്റണിയുടെ രൂപം ഇവിടെ കൊണ്ടേ സ്ഥാപിക്കുകയാണ്. അതിനുശേഷം ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പൂർവികർ തൊട്ടേ വിശ്വസിക്കുന്ന ഒരു പള്ളികളിൽ ഒന്നാണ്. ഞാൻ ഈ പള്ളി ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് കുറച്ചൊന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ മഴ പെയ്യുന്ന ഒരു കാലഘട്ടത്തിലോട്ട് വന്നു. എനിക്ക് ഈ വർക്ക് ചെയ്ത ആദ്യ കാലങ്ങളിലൊന്നും എനിക്കൊരു ടെൻഷൻ വന്ന ഒരു പീരീഡ് മാത്രമേ ഉള്ളൂ. കാരണം ഫ്ലോറിങ് ബാക്കി കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. അപ്പോൾ ഇത് റൂഫ് സ്ട്രക്ചർ മാറ്റി എത്രയും പെട്ടെന്ന് അത് റീവർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാമെന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ മഴക്കാല സ്ട്രെസ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മൾ ഫിനിഷിംഗ് സ്റ്റേജിലോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ ഒരു ഇടവകയിലെ ഒരു വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു, മോളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് തമ്പുരാൻ കാത്തു പരിപാലിച്ചിരിക്കുവാട്ടോ നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ വിചാരിക്കുകയായിരുന്നു, ഒരു മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്, 5 കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാം മഴ പെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പള്ളിയിൽ ഈ ഒരു സ്ഥലത്ത് മാത്രം ഒന്നും മഴ പെയ്തില്ല. ആ ഒരു കറക്റ്റ് ദൈവത്തിന്റെ ആ ഒരു പ്രൊട്ടക്ഷൻ നന്നായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു മേഖലകളിൽ ഒന്നാണ്. അന്ന് രാത്രി ഞാൻ ടെൻസ്ഡ് ആയിരുന്നു. എല്ലായിടത്തും മഴ പെയ്യാണ്, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം ഫ്ലോർ ഒക്കെ ഞങ്ങൾ കവർ ചെയ്ത് ഓൾറെഡി ഇട്ടിരിക്കുകയാണ്, നനഞ്ഞു പോയാലും ശരിയാവില്ല. ഇന്ന് ഞങ്ങള് ഈ റൂഫിംഗ് ഷീറ്റ് കംപ്ലീറ്റ് ആക്കി രാത്രിയാണ് ഇവിടെ മഴ പെയ്തുള്ളൂ. എനിക്കത് പറയുമ്പോഴും എനിക്ക് ഒരു സന്തോഷമുള്ളൊരു കാര്യങ്ങളിലൊന്നാണ്. അതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ഇത് ഒത്തിരി പ്രാവശ്യം ഞാൻ ഈ ഡയഗ്രാംസ് ഒക്കെ ഒത്തിരി പ്രാവശ്യം ഞാൻ വരച്ച് എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ആദ്യം ഒത്തിരി ഞാൻ വരച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരു പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഭംഗിയാവണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി ഷീറ്റ്സ് ഞാൻ മാറ്റി വരച്ചു. എന്നാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ഒട്ടും ആയില്ല. അങ്ങനെ ലാസ്റ്റ്
ഞാൻ ഏറ്റവും പ്രാർത്ഥിച്ചിട്ട് വരച്ച ഒരു സ്ട്രക്ചറാണ് ഇനി ദിവസങ്ങളിൽ കംപ്ലീറ്റ് ആകാൻ പോകുന്നത്. അതിനുശേഷം വരച്ചപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ടറിയിൽ എത്തിയതും അത് കണ്ടപ്പോൾ ബാക്കിയുള്ളൊരു ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലോട്ട് വന്നതും അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു ജേർണിയിൽ പോകുമ്പോൾ ഇനി നമ്മൾ ഓരോ കാര്യങ്ങളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം പലരും സംശയമുണ്ട്, ട്രിഗർ മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു, റൂഫിംഗ് ഷീറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ ഓരോ റൂഫിംഗ് ഷീറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയത് കൊണ്ട് നമുക്ക് അതിനകത്ത് ഹീറ്റ് ഇൻസുലേഷൻ ഒക്കെ നമുക്ക് അതിനകത്ത് ആഡപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമായിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോയപ്പോൾ. പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് അതിന് കുറച്ച് നമ്മൾ എപ്പോഴും ഒരു പ്രൊജക്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ കുറവുകൾ എന്താണെന്ന് ആദ്യം നമ്മൾ പഠിക്കണം. ആ കുറവുകളിൽ നിന്ന് വേണം നമ്മൾ എപ്പോഴും തുടങ്ങാനായിട്ട്. ഇപ്പൊ ഇലക്ട്രിക്കലായിരുന്നു എൻ്റെ ഫസ്റ്റ് എനിക്ക് മാറ്റണം എന്ന് വിചാരിച്ചൊരു കാര്യം ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കലാണ്. പിന്നെ എക്സ്റ്റീരിയറിൽ വെള്ളം വീഴുക, അങ്ങനെ വെള്ളം തളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. സ്ലോപ്പ് കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റ്റീരിയർ സ്ട്രക്ചർ ഒന്ന് കോൺക്രീറ്റ് റിജിഡ് സ്ട്രക്ചേഴ്സിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എല്ലാ ഭാഗങ്ങളും ഒന്ന് ടച്ച് ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഈവൻ അതിനകത്ത് വന്നിരിക്കുന്ന പെയിന്റ്സ് ആണെങ്കിലും അതിനകത്ത് അത്രയും ക്വാളിറ്റിയോടുകൂടി സ്റ്റുക്കോ ഫിനിഷ് ആദ്യം കൊടുത്ത് പെയിന്റ് ചെയ്ത് വാഷബിൾ പെയിന്റ്സ് ആണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾട്ടറിലാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും കുറച്ച് നിൽക്കുന്നതിന് തന്നെ കുറച്ച് വേരിയേഷൻസ് കൊണ്ടുവന്ന് അതിന്റെ ഒരു മോണോക്രോം ടോണൊക്കെ ആക്കി കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്ന വർക്കിന്റെ ഒന്നാണ്. പിന്നെ വന്നിരിക്കുന്ന അതിനകത്ത് ഫ്രണ്ട് പൊസിഷനിലോട്ട് വരുമ്പോൾ അത് കുറച്ച് ഇറക്കി വേണം. കാരണം മെയിൻ ഓൾട്ടറിന്റെ മെയിൻ ടേബിൾ അതിനെ സർവീസ് ചെയ്യുന്ന ടേബിളിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കണ്ടെത്തണം എന്ന് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് അവിടെ എലോങ്ങേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഒത്തിരിയേറെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു പ്രൊജക്ടുകളിൽ ഒന്നാണ്. എനിക്കത് അനുഭവിക്കാൻ സാധിച്ച ഒരു വ്യക്തികളിൽ ഒന്നാണ്. ഇത് ചെയ്യുമ്പോഴാണ് എങ്കിലും പറഞ്ഞിരുന്നു. കാരണം ഒരു ആദ്യമായിട്ടാണ് എന്നോട് ഇത് പകുതി ആയപ്പോഴാണ് പറയുന്നത്. ഈ സാധാരണ ലേഡീസ് ആരും ഇങ്ങനത്തെ പ്രൊജക്ട്സ് പള്ളികൾ ആരും ചെയ്ത് കണ്ടിട്ടില്ലല്ലോ, അതെനിക്ക് അറിയില്ലായിരുന്നു. ഒരു വ്യക്തി എന്നോട് വന്ന് പറഞ്ഞു, ഒരു മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ പോയപ്പോൾ പറയായിരുന്നു, കാരണം ലേഡീസ് ആരും യൂഷ്വലി അത് ഒരു 20 വർഷമായിട്ട് ഞാൻ ഷോപ്പ് നടത്തുകയാണ്. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ യൂഷ്വലി ലേഡീസ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മേഖലയല്ല, നിങ്ങൾ വേണമെങ്കിൽ അത് ഒന്ന് അന്വേഷിച്ചോളൂ എന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ അച്ഛനോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു, അച്ഛൻ ലേഡീസ് സാധാരണ പള്ളികൾ ചെയ്തിട്ടില്ലേ ഇവിടെ എന്ന്. ഞാൻ പകുതി ആയപ്പോഴാണ് സത്യം പറഞ്ഞ അറിഞ്ഞത്. പക്ഷെ ഈ ഒരു ജേർണിയിൽ അദ്ദേഹത്തിന്റെ ശരിക്കും സാന്നിധ്യവും അത് ഓരോ പ്രസൻസും ഞാൻ ഉണ്ടെന്ന് തികച്ചും വിശ്വസിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ്. എന്നെ ഏൽപ്പിച്ച് ഈ ദൗത്യം ഏറ്റവും മനോഹരമാക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് വരാനുള്ള സാഹചര്യം, ഇത് ചെയ്തിരിക്കുന്ന കാര്യങ്ങള്, അതിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങള്, കാരണം ഇടയ്ക്ക് പള്ളിയൊക്കെ അടച്ചിട്ട് കഴിയുമ്പോഴും അത് വന്ന് നോക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതെല്ലാം ആ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നത്. ഇതിന്റെ കംപ്ലീറ്റിംഗ് സ്റ്റേജ് ഇനി വരികയാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം നിയർലി ഇത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം നമുക്ക് അതിന്റെ ഇന്റീരിയേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തന്നത് ഓരോന്നും പറഞ്ഞു തരാം. താങ്ക് യു സോ മച്ച്.